ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് ഉണ്ടാവും. ഈവനിങ് വ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മണിയായിട്ട് 3:30 ആയിട്ടുണ്ടാവും. നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ മീൻകറിയും പിന്നെ എന്തായിരുന്നു ഓംലെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വളാഞ്ചേരി പോയി വന്നിട്ട് നട്ടുച്ചയായിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്ഷീണത്തിൽ ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് ഇരിക്കുന്നത്. ഫുഡ് കഴിച്ചു. ഇനി വൈകുന്നേരം മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞത്, അതിൻ്റെ ഇടയിൽ പൂച്ച കിണറ്റിൽ ചാടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് നോക്കി ഇല്ല. അപ്പൊ രാത്രിയിൽ കുറെ അപ്പം കയറുന്നു. അപ്പൊ രാത്രിയിൽ ഫുഡ് കറിക്ക് വേണ്ടിയിട്ട് നമ്മള് ഞണ്ടുണ്ട്, മത്തിയുണ്ട്. മത്തി നമ്മളിപ്പോൾ എടുക്കണില്ല. മത്തി നാളെ നമുക്കൊരു കറിക്ക് ഉണ്ടാവും. അപ്പൊ അത് ഞാൻ ഇതിന് പൊരിക്കണേ. ഇനിയിപ്പോൾ നാളെ ഉണ്ടാക്കിയ പോരെ. ഇപ്പൊ ഇതിൻ്റെ ഇടയിൽ കൂടെ മത്തി ഞാൻ ഉണ്ടാക്കണില്ല. ഇങ്ങനെ വെള്ളാക്കിയിട്ട് നമുക്ക് അതിൽ വെക്കാം. ഞണ്ട് നല്ല റോസ്റ്റ് ചെയ്യാം. ഞണ്ട് റോസ്റ്റ് നമ്മുടെ ബ്ലോഗ് ഇവിടെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. വേഗം ഞണ്ട് ഫ്രൈ ഉണ്ടാക്കിയിട്ട് ബാക്കി പരിപാടികളൊക്കെ തീർത്തിട്ട് നമുക്ക് ബ്ലോഗ് ഇങ്ങനെ മെല്ലെ മെല്ലെ അങ്ങോട്ട് പോവാം. ഓക്കെ, ഇത് നമുക്ക് പോകണ്ട. അമ്മ ആ ഒരു മദ്യം വരും ഞാൻ കൊടുക്കാം. ഇവിടെ കൊണ്ടുപോകാം. പൂച്ചക്കുട്ടന്മാർ കൊടുക്കാം. അമ്മ വന്നാൽ നിങ്ങൾക്ക് കിട്ടില്ല. ഇവിടെ നല്ല മഴ. അമ്മേനെ വന്നാൽ ആക്കിപ്പോടാ. അങ്ങനെ ഇട്ടെടുക്കല്ലേ, അപ്പൊ ഐറ്റങ്ങൾക്ക് കിട്ടില്ല. പന നിലത്തല്ല ഇട്ട് കൊടുക്കുക, അതിനാണ് പാത്രം. അപ്പൊ ആ ഐറ്റങ്ങൾ മറ്റേ അടി ഉണ്ടാക്കും. അപ്പൊ രണ്ടിനും ഒരേ അവന് കിട്ടൂല. കുട്ടന്മാർക്ക് ഓരോ മത്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് ഞാൻ മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞണ്ട് ഉണ്ടാക്കാൻ പൂജന അറിയോ? ഇല്ലല്ലോ, ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. എനിക്ക് ചെറുതിൽ അറിയുന്നുണ്ടായിരുന്നില്ല. ആദ്യം ഇതിന്റെ കാലൊക്കെ നമ്മൾ പിച്ചി ഇങ്ങോട്ട് എടുത്തില്ല. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എന്താ സാധനം ഇങ്ങനെ അതിന്റെ പൊന്നെന്നൊക്കെ പറയും. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അതിനെ പറ്റിയിട്ട് വലിയതില്ല. അത് ഉണ്ടാക്കാനൊക്കെ അറിയാം. അതിന്റെ വേസ്റ്റാടാ പൊന്നെ അതിൻ്റെ ഉള്ളിലുണ്ടാവും. എന്നിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതാ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ കണ്ടല്ലേ കിട്ടും. ഇതാണ് അതിന്റെ പൊന്നു എന്ന് പറയുന്നത്. ഈ ഒരു കാണുന്ന സാധനമല്ലേ, കഴിക്കാം നല്ലതാന്നൊക്കെ പറയും. ഇനി ഇതിന്റെ കാലുണ്ട്, നമുക്കിന്റെ പോലല്ലേ, ഇതിങ്ങനെ ആക്കി കയ്യുമ്പോൾ കുത്തും. ഇത് കുറച്ച് ഡേഞ്ചർ സംഭവം. അതുകൊണ്ട് നോക്കുമ്പോൾ ശരി ഇല്ലേ, നമുക്കിന്റെ പോലെ ഇങ്ങനെ ആക്കിയാൽ ഈ കാലിങ്ങനെ കിടക്കും. വലിയ കാല് മാത്രം എടുത്താൽ മതി. ചെറിയ കാലൊക്കെ നമുക്ക് എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എടുക്കണ്ട. ഓക്കെ, ഇടയ്ക്ക് ഇങ്ങനെ ഒരു കുത്തൊക്കെ കിട്ടും. അപ്പോൾ ഇനി അടുത്തത് ഇങ്ങനെയാണ് ഞണ്ടുണ്ടാക്കുക. ഇപ്പം ഞണ്ടുണ്ടാക്കാൻ അയാൾക്ക് പൂജ ഞണ്ടുണ്ടാക്കാൻ മനസ്സിലായില്ലോ. ചിലതങ്ങനെ പിടിക്കുമ്പോൾ തന്നെ കിട്ടും. എന്താ വെച്ചാൽ ഇത് കേടായി അതുകൊണ്ട് വലിയ നമ്മൾ മല്ല് കെട്ടേണ്ട ആവശ്യമൊന്നും വരില്ല. ചിലത് ഉടച്ചിട്ടുണ്ട്. അതുകൂടെ പൊടി വെക്ക് എന്ന്. ഓക്കെ, ഇതൊക്കെ ചെറുതിൽ എൻ്റെ അച്ഛനാണ് കേട്ടോ എന്നെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. എൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും മീൻ ഐറ്റംസ് ഒന്നും അമ്മ പാലക്കാട് ഏരിയ വന്നില്ല. അപ്പം മീൻ ഐറ്റംസ് ഒന്നും അവർക്ക് വലിയൊരു വശം ഉണ്ടായിരുന്നില്ല അമ്മയ്ക്കൊക്കെ. അച്ഛനാണ് ഈ വക സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് നേരാക്കാൻ, ഏത് മീൻ കിട്ടിയാലും നേരാക്കണം, അറിയില്ല എന്ന് പറയാൻ പാടില്ല പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. അതിലൊരു കാര്യമുണ്ട്, എന്താ വെച്ചാൽ അമ്മ ജോലിക്ക് പണിക്ക് പോണ സമയത്ത് അച്ഛക്ക് ഞാൻ ലീവുള്ള സമയത്ത് അച്ഛൻ ഉണ്ടാക്കാം. അപ്പോൾ പിന്നെ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കുമല്ലോ. പക്ഷെ അത് വലിയ ഉപകാരമായി. ഒരുവിധം മീനൊക്കെ ഞാൻ ക്ലീൻ ആക്കും. ചെറുതിലേ ഞാൻ കേട്ടോ. ഇനി വേഗം ഞാൻ ഞണ്ടുണ്ടാക്കിയിരിക്കട്ടെ കേട്ടോ. ബാക്കി കാണാം. ഓക്കെ, ഞണ്ടുണ്ടാക്കുന്ന കുറച്ച് തൊന്തര പിടിച്ച പരിപാടിയാണ് കേട്ടോ. അതിൻ്റെ കാലക്കല്ലി മുറിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കുത്തി കയറും. കത്രിക ഉണ്ടെങ്കിൽ നല്ല സുഖമാണ്. അത് കാലിൻ്റെ തലപ്പത്തുള്ള ആ ഒരു ഇറുക്കണ സാധനമല്ലേ, അത് വെട്ടിക്കളയാൻ വേണ്ടിയിട്ട്. നമ്മുടെ കയ്യിലാണെങ്കിൽ കത്രിക ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അധികമൊന്നും ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല, ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമുക്കൊരു നേരം കഴിക്കാൻ തന്നെ, ഒരു നേരമല്ല 2 നേരമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. റോസ്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ. പിന്നെ നമ്മളിപ്പോൾ ഉച്ച സമയം കഴിഞ്ഞുല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ധാരാളം ഉണ്ടാവും. രാത്രിയിലത്തെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. അതൊക്കെ വെട്ടി വൃത്തിയാക്കി കഴുകി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേഗം നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടിക്കുള്ള ഉള്ളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം കേട്ടോ.
ഇനി അത് അരിഞ്ഞ് പെറുക്കലാണ് ആകെ കൂടെ ഒരു ടാസ്ക് എന്ന് പറയണത്. ഭയങ്കര ടാസ്ക്. ഈ സവോളയൊക്കെ നുറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോപ്പറുള്ളതുകൊണ്ട് വലിയ സീനൊന്നുമില്ല കേട്ടോ. ഈ ഒരു ബോക്സ് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. കുറച്ച് പിള്ളേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. ഭയങ്കര സന്തോഷം. നല്ലതാണ് മക്കളെ ഇത്. ഈ വെളുത്തുള്ളിയൊക്കെ അതിനകത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റേത് പുറത്തിരിക്കുമ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് എനിക്ക് ഒത്തിരിയും കൂടെ എളുപ്പം തോന്നുന്നു ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കണ നമ്മുടെ ഇതില്ലേ എന്താ പറയുക വെളുത്തുള്ളി അത് തൊലി കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആ പാത്രത്തിലേക്ക് എടുത്തിട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് അങ്ങനെയൊക്കെ. സവാളയൊക്കെ ഇങ്ങനെ പുറത്താണ് ഇവിടെ വയ്ക്കട്ടെ. ഈ ചട്ടിയിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ വയ്ക്കും. സവാള ഈ പൊട്ടറ്റോ ആ സാധനങ്ങളൊക്കെ പുറത്ത് വയ്ക്കും. ബാക്കിയൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും കേട്ടോ. എന്നിട്ട് അതൊക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വേഗം ഷടേതര റോസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു സമയത്താണ് ഭാഗ്യം പോലെ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ മുന്നേ ഓർഡർ ചെയ്തതായിരുന്നു, പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് വേഗം കിട്ടും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. കറക്റ്റ് സമയത്തിൻ്റെ കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ ഒരു സാധനം. ചോപ്പറാണ്, നമ്മളിങ്ങനെ വലിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് വേറൊരു മോഡലാണേ. 188 രൂപ. 180 ആ പേഴ്സിൽ കൊണ്ടുപോയി. ചാർജബിളാ ഇത് ഞാൻ നമ്മുടെ ചോപ്പർ കുറച്ച് ക്വാളിറ്റി കുറവുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് ഞാൻ ഉപയോഗിച്ചിട്ട് പറയാം. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഞങ്ങൾ പിടിച്ച് വലിക്കണം. അത് എങ്ങനെ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. ഞാൻ ആക്കില്ലല്ലോ, നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ആക്കുക ചെയ്യാം. ഇത് ചാർജൊന്നുമല്ല, നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ ലോക്കാവും. ഇത് ഓക്കെ ഇങ്ങനെ അപ്പോൾ അത് കഴുകിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ അപ്പോഴേക്കും കൊല്ലതൊക്കെ ബോക്സിൽ ഇട്ട് പച്ചക്കറിയല്ല അങ്ങനെ ഞാൻ അരിയണ്ടേലുള്ള സമയത്ത് കറക്റ്റ് വന്നത് ഏറ്റവും നന്നായി. അതങ്ങനെ കഴിഞ്ഞു. ഈ കുപ്പിയിൽ വെള്ളം കുടിക്കുമ്പോൾ നല്ല രസമാണ്. പുറത്തുനിന്ന് വാങ്ങിയാൽ ഇനി വേഗം നമുക്ക് അതിൽ നിന്ന് അരിഞ്ഞെടുക്കാം. അതുകൊണ്ട് സമാധാനമുണ്ട്. നമുക്ക് കൈ വെച്ച് അരിയണം. മറ്റേ ചോപ്പർ ആണെങ്കിൽ ഇങ്ങനെ കടന്ന് വലിക്കുമ്പോൾ എനിക്ക് കയ്യിന് നല്ലോണം പെയിനും വരാറുണ്ട് കേട്ടോ. പിന്നെ അതിന് ക്വാളിറ്റി ഇത്തിരി കുറവാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓഫറിൽ 80 രൂപയ്ക്കോ 90 രൂപയ്ക്കോ എങ്ങാണ്ട് കിട്ടിയതാണ്. ഇത് 180 രൂപയ്ക്ക് നല്ലതാണ്. അപ്പോൾ ഞാൻ അവിടെ സവോളയുടെ തൊലിയൊക്കെ കളയുന്ന സമയം കൊണ്ട് കണക്കുട്ടി ആ കൊണ്ടുവന്ന സാധനം നല്ല സോപ്പിട്ടൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി തന്നിട്ടുണ്ട്. നമുക്കതിലിട്ടിട്ട് അരിയണമല്ലോ. അപ്പോൾ കൊണ്ടുവന്ന സാധനമല്ല, അപ്പോൾ അവനതൊക്കെ വൃത്തിയായി കഴുകി തന്നിട്ടുണ്ട്. ബ്ലേഡ് കയ്യിൽ തട്ടരുതെന്ന് ഞാൻ പറഞ്ഞിട്ട് നല്ല മൂർച്ചയായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം കേട്ടോ. വേസ്റ്റൊക്കെ നമ്മുടെ വേസ്റ്റ് ബോക്സിൽ കൊണ്ടിട്ടിട്ട് ആ ഒരു സവോളയുടെ അതിൻ്റെയൊക്കെ ഇതുണ്ടാവുമല്ലോ തൊലി, അതൊക്കെ പച്ചക്കറി വേസ്റ്റൊക്കെ അവിടെ കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ വേഗം അത് ചോപ്പറിലിട്ട് അരിഞ്ഞെടുക്കാം നമുക്ക് കേട്ടോ. അത് കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി. അപ്പോൾ സവോളയൊക്കെ ഇത് അങ്ങനെ ഒരു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കതിലിട്ടിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം, വേഗം ആയിക്കോളും. നമ്മൾ വലിക്കുന്ന ചോപ്പറിനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഇട്ട് നിറയ്ക്കരുത്, ഇത്തിരി ആക്കിയാൽ മതി. ഇതാണ്ടോ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിനും പെയിൻ ഉണ്ടാവില്ല, വലിയ സീനില്ല. മറ്റൊന്ന് കടന്ന് ഇങ്ങനെ വലിക്കണ്ടേ, അത്ര പാടില്ല. ഇത് ഈസിയാണ്. 180 രൂപയ്ക്ക് അടിപൊളിയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ആ ഒരു പാത്രമൊക്കെ പിടിക്കുമ്പോൾ മറ്റേതിൻ്റെ പാത്രം ഇല്ലേ നമ്മൾ 90 രൂപയ്ക്ക് വാങ്ങിയാണ്ട് അതിൻ്റെ ഞാൻ പറയാറുണ്ടല്ലോ ക്വാളിറ്റി ഇല്ല. ആ ഒരു പാത്രം പിടിക്കുമ്പോൾ തന്നെ കട്ടിയില്ലാണ്ട് എപ്പോഴാണ് പൊട്ടുക എന്നുള്ള അറിയാത്ത രീതിയിലായിരുന്നു. ഇത് നല്ലതാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മേടിച്ചോളൂ. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അതിലിട്ടിട്ട് തന്നെ അങ്ങോട്ട് ചോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ്ടോ എനിക്കിങ്ങനെ പൂതി മതിയാവണല്ലേ. എനിക്കിനി കുറച്ച് ക്യാരറ്റും ബീട്രൂട്ടൊക്കെ മേടിക്കണം. അപ്പോൾ ഇതാ ചോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളി ഞാൻ അതിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തിരിയും കൂടെ എളുപ്പമായിരിക്കും. അതൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് കിട്ടിയിട്ട് ഇങ്ങനെ വഴണ്ട് അതുകൊണ്ട് ചേർന്ന് കിട്ടാം, അതുകൊണ്ട് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തക്കാളിയും കൂടെ ഞാനിങ്ങനെ ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചോപ്പർ കുട്ടൻ നമ്മുടെ പുതിയ അതിഥിയാണ് കിച്ചണിൽ. ഇത് ഒരെണ്ണം നമ്മുടെ കിച്ചണിൽ എപ്പോഴും വേണം, നല്ലതാണ്. കേബേജ് ഇട്ടിട്ട് അരിയാണ്. നമുക്ക് ഉപ്പേരിക്കാണെങ്കിലും ഒക്കെ കുറേ നേരത്തെ പണി ഒറ്റ നേരം കൊണ്ട് നമുക്ക് മിനിറ്റ് നേരം കൊണ്ട് ഈസിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പുതിയൊരു സാധനം നമുക്ക് ഇഷ്ടമുള്ളത് കിട്ടുമ്പോൾ ഭയങ്കര പൊലിവാവില്ലേ. അപ്പോൾ ആ പൊലിവാണ് ഈ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അരിയലും പെറുക്കലൊക്കെ കഴിഞ്ഞ് അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു. എനിക്ക് കിച്ചണിൽ കുക്ക് ചെയ്യണ സമയത്ത് അവിടെ ഇവിടെ ഒന്നും ഇങ്ങനെ വേസ്റ്റോ വെള്ളമോ കാര്യങ്ങളോ ഒന്നും കാണാൻ പാടില്ല. ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി ഇങ്ങനെ ഒതുക്കി പെറുക്കി വെച്ചിരിക്കുന്നത് കാണണം, ഇല്ലെങ്കിൽ എന്തോ ഒരു പോലെയാണ് കേട്ടോ. പിന്നെ അപ്പുറത്തിരിക്കുന്നത് കായാണ്, പച്ചക്കായ. പൂജയ്ക്ക് കുറേ ദിവസമായി പറയുന്നത് ചിപ്സ് ഉണ്ടാക്കി തരും. ഇവിടെ ബേക്കറി കൊതിച്ച് പൂജയാണ് കേട്ടോ. എനിക്കും കണക്കുട്ടിക്കാൻ ബേക്കറിയോട് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമ്മൾ ഞണ്ട് റോസ്റ്റിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. അതിനകത്തേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, വേപ്പില എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതൊരു ബ്രൗൺ കളറാവട്ടെ. എന്നിട്ട് ആ ഒരു സ്റ്റേജിൽ മതി നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. ഇത്തിരി ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഉള്ളിൽ ഉപ്പും കാര്യങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും ആ സവാള വഴണ്ടി കിട്ടിക്കോളും. അതുകൊണ്ടൊന്നും ടെൻഷൻ ആവണ്ട.
അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. ഇപ്പുറത്ത് ഞാൻ ഇത്തിരി മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഉപ്പിലിടണം എനിക്ക്. ആ കുഞ്ഞ് കണ്ണിമാങ്ങ. കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അതിന് മാത്രം ഉള്ളതില്ല. അത് പിന്നെ നമുക്ക് പിന്നീട് മേടിക്കാം. 2 മാങ്ങ അപ്പളേക്കപ്പം അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ആ കുഞ്ഞാപ്പിയോളം ഉപ്പിലിടാൻ വേണ്ടിയിട്ടും. ഉപ്പിലിട്ട മാങ്ങ ഭയങ്കര ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിന് വെച്ചിട്ടൊന്നുമല്ല, വെറുതെ ചുമ്മാ കൂടെ ഉപ്പിലിട്ട് കഴിക്കാനല്ലോ, കടുമായ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ ഉപ്പിലിട്ടത് ഇഷ്ടമായത് കൊണ്ട്. കടുമായ്ക്കൊക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളമൊന്നും ഇതിലാവാം പാടില്ല, ഇതൊക്കെ തുടച്ചെടുക്കണം. ഉണ്ടാക്കി ഉപ്പ് പിടിക്കും. ഇതിങ്ങനെ കുറേ ദിവസം ഇരിക്കണം. എന്താ പ്രശ്നം വെച്ചാല് അപ്പോൾ അതങ്ങോട്ട് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ സുറുക്കൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഗംഭീര പുളിയാണ് കേട്ടോ. ഞാനൊരു കഷ്ണം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പുളിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി പുളിയാണ്. അപ്പോൾ പിന്നെ അതങ്ങോട്ട് ഉപ്പിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഗൾഫിൽ പോണവരുണ്ടെങ്കിൽ ഷാജേട്ടന് ഞാൻ ഈ അച്ചാർ ഉപ്പിലിട്ടതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെക്കുന്നത് പെട്ടെന്നൊക്കെ ആയിരിക്കും. ആരെങ്കിലുമൊക്കെ ഇന്ന ആൾ പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതിനും കൂടി വേണ്ടി അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാം. അങ്ങനെ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇരിക്കുന്ന 2 മാങ്ങ കയ്യോടെ അങ്ങോട്ട് അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇൻസ്റ്റൻ്റായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കണ അച്ചാറില്ലേ, കറുമുറാന്ന് ആവണ ആ അച്ചാറാണ് മാങ്ങച്ചാറ് എനിക്ക് കൂടുതലിഷ്ടം. അല്ലാത്തത് പിന്നെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുമാങ്ങച്ചാർ ഇഷ്ടമാണ്, നാരങ്ങച്ചാർ, നെല്ലിക്കച്ചാർ, അതൊക്കെ പിന്നെ പഴകണോടത്തോളം ടേസ്റ്റ് ആണല്ലോ. ഇതെനിക്ക് ആ കറുമുറ് മാറരുത്, ആ ഒരു ഫ്രഷ്നെസ് കിട്ടണം. അപ്പം ഉണ്ടാക്കിയ മാങ്ങച്ചാറില്ലേ, അതാണ് കൂടുതലിഷ്ടം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുനുകുനാന്നൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ, വയ്ക്കുന്നുണ്ട് കേട്ടോ. ആകെ 2 മാങ്ങയുള്ളൂ, അത് മതി, നമുക്ക് കുറച്ച് ദിവസം ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ അലിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല എന്നുള്ളത്. അത് കാരണം ഞാനും കണ്ണൻകുട്ടിയാണ് ഇവിടെ അച്ചാറിൻ്റെ ആൾക്കാർ. ഷാജേട്ടനും പൂജുട്ടിക്ക് അങ്ങനെ അച്ചാറിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ അച്ചാറിനുള്ളതൊക്കെ അരിഞ്ഞ് പെറുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട്, പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്നിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഈ ഒരു പണിയൊക്കെ കഴിയുമ്പോഴേക്കും അതിനകത്തുനിന്ന് നല്ലോണം ഉപ്പൊക്കെ പിടിച്ച് ഒന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ അത് വരെ അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ബാക്കി കാര്യങ്ങളുമായി കൈയോടെ അവിടെയും കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് നമുക്കിനി അപ്പോഴേക്കും നമ്മുടെ സവാള ഇതാ വഴണ്ട് വന്നിട്ടുണ്ട് കറക്റ്റ്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഈ വക പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് വാടാൻ വേണ്ടിയിട്ട്, നമ്മുടെ സവാള ഒന്ന് വഴലാൻ വേണ്ടിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ അച്ചാറിനെ നുറുക്കി ഉപ്പിലിടുന്ന പരിപാടി കഴിഞ്ഞു. എന്നിട്ട് നമ്മളിതാ തക്കാളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുക. തക്കാളി പെട്ടെന്ന് വെന്തോളും. എന്താ വെച്ചാൽ നമ്മൾ അതിനകത്ത് ഇട്ട് കറക്കി എടുത്തതല്ലേ, അപ്പോൾ അത് കാരണം കേട്ടോ. എന്നിട്ട് ആ ചോപ്പറൊക്കെ ഒന്ന് കഴുകി, കയ്യോടെ കഴുകി അങ്ങോട്ട് മാറ്റി എടുത്ത് വെക്കുക. ഇല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്നുള്ളത് 2, 3, 4 ഒക്കെ ആയിട്ട് അങ്ങനെ മോറാൻ വേണ്ടിയിട്ട്, കഴുകാൻ വേണ്ടിയിട്ട് കുറേ ആവും. അപ്പോൾ അതിനെക്കാട്ടിലും നല്ലത് കയ്യോടെ ഒരെണ്ണാണെങ്കിലും 2 എണ്ണാണെങ്കിലും കഴുകി വെക്കുകയാണേ. ആദ്യം ഞാൻ ഫ്രിഡ്ജിൻ്റെ മേലെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഡോറ് തുറന്ന് അടയ്ക്കുന്ന സമയത്ത് അത് വീണ് പൊട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ബോക്സിലെല്ലാം ആക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്തിരിക്കുന്നത് നമ്മൾ പച്ചക്കായ അതിൻ്റെ ഇടയിൽ ഞാൻ നുറുക്കല്ല, തൊലി കളഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഷോർട്സിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തക്കാളിയൊക്കെ വെന്തപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ട് പൊടിയുടെ പച്ചമണം ഒന്ന് മാറണ സമയത്ത് നമ്മുടെ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഇതില്ലേ, നാവിലെട് കിട്ടല്ലേ ചില സമയത്ത്, ഞണ്ട്, അതും കൂടെ അങ്ങോട്ട് തട്ടിക്കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് അടച്ചങ്ങോട്ട് വെച്ചാൽ നമ്മുടെ ഞണ്ട് അങ്ങോട്ട് വേവട്ടെ. ഈ റോസ്റ്റ് മതി കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇത് പറയുമ്പോൾ മനസ്സിലാവും, അല്ലാത്തവർക്ക് അയ്യേന്ന് തോന്നും. ഞണ്ടൊക്കെ ഞാൻ പണ്ട് മുന്നേ വർക്ക് ചെയ്യാൻ വേണ്ടി പോണ സമയത്ത് ഈ ഞണ്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ പറയുന്നു, ഈ അരിച്ചും പിടിച്ച ചിലർക്ക് അറിയില്ല ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്, അരിച്ച് നടക്കണതിനൊക്കെയാണോ കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇത് കൊണ്ടുവന്നിട്ട് അവർ കഴിച്ച് ടേസ്റ്റ് പിടിച്ചപ്പോൾ അവർ ഇതിൻ്റെ ഫാനായി മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയും പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലർ അയ്യേന്ന് പറഞ്ഞ് കഴിക്കില്ല, ചിലർക്ക് ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് കുറച്ച് പാടാണല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട് ഞണ്ടൊക്കെ. എനിക്ക് എങ്ങനെയാണെങ്കിലും ഇങ്ങനത്തെ ഐറ്റംസിനോടൊക്കെ ഇത്തിരി കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഞണ്ട് വേവണ സമയം കൊണ്ട് ഞാൻ എല്ലായിടും അങ്ങോട്ട് അടിച്ച് വാരിയിടാമെന്ന് വിചാരിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഈ പരിപാടിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അതങ്ങോട്ട് കയ്യോടെ അങ്ങോട്ട് നടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലായിടും അടിച്ച് വാരിയിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം നമുക്ക് തുടച്ചാൽ മതി, ഇപ്പോൾ തുടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ് രാവിലത്തെ ഈ ഒരു അടിച്ചു വാരൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നേരത്തെ കാലത്ത്. ഇന്നിപ്പോൾ ഇത്തിരി നേരം വൈകി, അപ്പോൾ അതുകൊണ്ടാണ്
ആ റോസ്റ്റ് ആവുന്ന സമയം കൊണ്ട് പിന്നെ ഒന്നും എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അത് കാരണം എല്ലായിടും അങ്ങോട്ട് അടിച്ചു വാരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു ചൂല് മാറ്റേണ്ട സമയം കഴിഞ്ഞു. കയ്യിൽ ഭയങ്കര വേദനയാണ്. പൊടിയാണെങ്കിൽ പോവില്ല. ഏത് നേരത്തെ എനിക്കിത് വാങ്ങാൻ തോന്നിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അത് ഒരുപാട് പ്രാവശ്യമായി പറയുന്നു. പക്ഷെ വളാഞ്ചേരി എത്തുമ്പോൾ ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങാൻ വേണ്ടി ഓർമ്മ ഉണ്ടാവും. ഈ സാധനം മാത്രം, ഈ ചൂല് മാത്രം വീട്ടിലെത്തുമ്പോൾ അടിച്ചു വരുമ്പോഴോ അയ്യോ ഇതൊന്നും വാങ്ങിയില്ലല്ലോ എന്നുള്ള ഓർമ്മ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ അടിച്ചു വാരി. അതുപോലെ തന്നെയാണ് നമ്മുടെ ഷൂ റൂക്ക് എന്നൊക്കെയാണ് പറയണത്. ഷൂ റേക്കും കൂടെ വാങ്ങിയത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലതാണ്. അപ്പോൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ രാവിലത്തെ പരിപാടി ഒരുവിധം ഇതൊക്കെ ചെയ്യേണ്ടത് അങ്ങനെ താളം തെറ്റിക്കെടുക്കുകയാണല്ലോ. അപ്പോൾ വൈകുന്നേരത്തെ പരിപാടിയെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് രാവിലെ ഞാൻ പറഞ്ഞല്ലോ ക്ലീനിങ്ങും കാര്യങ്ങളും നമ്മൾ ചെയ്യാറില്ല, വൈകിട്ടാണ് ചെയ്യാറില്ല. രാവിലെ അത് അടിച്ചു വാരി ഇടും. എങ്ങടെയെങ്കിലും പോണ സമയത്തൊക്കെയാണെങ്കിൽ വൈകുന്നേരം നമ്മൾ എത്തില്ല എന്ന് കാണുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പകലങ്ങനെ ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ നേരത്തും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. പുറത്ത് പോയിട്ട് വരുമ്പോൾ നേരം വൈകും, അല്ലെങ്കിൽ ആ സമയത്ത് പുറത്ത് പോകാണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ചെയ്യും. പിന്നെ ഈ തുളസിയൊക്കെ അതിനൊക്കെ വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ മറന്നു പോകും. എന്നിട്ട് വേഗം ഓടി വന്നിട്ട് അതാ റോസ്റ്റ് അപ്പുറത്തേക്ക് വെച്ച് സിമ്മിൽ അങ്ങനെ കിടന്നിട്ട് ആവട്ടെ കുറുകി വരേണ്ട. ഇപ്പുറത്ത് ഞാൻ ചിപ്സ് അതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഒരു ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് ഷോർട്സിലേക്ക് വേണ്ടി എടുത്തതാണ്. ഇതിലേക്കും കൂടെ ഒന്ന് കുറച്ച് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോൾ ഇതിലധികം മല്ലിച്ചപ്പും കൂടെ അത് അരിഞ്ഞിട്ട് റെഡി ആക്കി വെച്ചപ്പോഴേക്കും നമ്മുടെ റോസ്റ്റ് അതവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിപ്സ് ഇവിടെ റെഡി ആയോണ്ടിരിക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റ്. നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ നല്ലത് കേട്ടോ. 40 രൂപയേ ഉള്ളൂ കായക്ക്, പച്ചക്കായക്ക്. ഇനിയിപ്പോൾ ഒരു 100 രൂപ ലിറ്റർ ഓയിലോ ഇനിയിപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിലും നമുക്ക് നല്ലത്. നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തെ ഒരു സുഖം ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഓരോ ട്രിപ്പ് ആക്കി എടുക്കുന്നുണ്ട്. എണ്ണ കുറച്ച് കുറവായതുകൊണ്ട് കുറച്ചധികം പ്രാവശ്യം നമ്മൾ നിന്നിങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോഴാണ് ഞാൻ അയ്യടാ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി നോക്കിയിട്ടില്ലല്ലോ. അപ്പോൾ അതായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മുളക് പൊടി മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കലക്കിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അത് അങ്ങോട്ട് സെറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് അങ്ങോട്ട് വറുത്തിട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതും അങ്ങോട്ട് ആയിട്ടുണ്ട്. ഉപ്പും മുളകൊക്കെ നല്ലോണം അതിനകത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ് നല്ലോണം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വറുത്തിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിപ്സ് അങ്ങോട്ട് റെഡിയായി. ഇനി വറുത്തിടാൻ വേണ്ടി കടുക് പൊട്ടിച്ചു, വറ്റൽമുളക്, വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ അച്ചാറിലേക്ക് ആ കടുക് പൊട്ടിച്ചത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാറ് റെഡി ആയിട്ട് നാരങ്ങച്ചാറ് ഓൾറെഡി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഇങ്ങനെ അടിഞ്ഞായിട്ടുണ്ട്. കുറേ ദിവസം മുന്നത്തെ അല്ലേ, നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മാങ്ങ കണ്ട ഒരു കൊതിയാണ് അപ്പോഴേക്കും. അപ്പോൾ മാങ്ങ ഉപ്പ് തിരുമ്പി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു കൊതിയുടെ പുറത്ത് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ രാത്രിയിൽ ഫുഡ് ഗംഭീരമായിട്ട് ഇത് സെറ്റായിട്ടുണ്ട്. അച്ചാറ് റെഡിയായി, റോസ്റ്റ് റെഡിയായി, ചോറിനി നമ്മൾ വെച്ചത് ഇരിക്കുന്നുണ്ട്. ഇനി തികഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് വെക്കാം. അതാ നമ്മുടെ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിനി കുളി കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിക്കാം. ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ആ കിച്ചൺ ടാബും നമ്മുടെ സ്റ്റൗവും എല്ലാം കൂടെ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കാം. ആകെ എണ്ണക്കളിയായിട്ടുണ്ട് കേട്ടോ. ആ ചിപ്സ് ഉണ്ടാക്കലും റോസ്റ്റ് ഉണ്ടാക്കലും ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ അവിടെ എണ്ണമയം ആവുമല്ലോ. അപ്പോൾ എല്ലായിടവും തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിൽക്കുന്നത്. ഇതിപ്പോൾ കയ്യോടെ ചെയ്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇത് ഫസ്റ്റ് ടൈം കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ കുഞ്ഞു കുട്ടികളെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ പൂജുവിൻ്റെ പ്രായമുള്ള പിള്ളേർ, ഇത് തുടങ്ങുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന വിഡിത്തരം കാണിക്കരുത്. വിഡിത്തരം എന്ന് പറഞ്ഞാൽ എനിക്കിത് പരിചയമുണ്ട്. ആ ചൂടോട് കൂടെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇത് ഫസ്റ്റൊക്കെ തുടയ്ക്കുന്ന സമയത്ത് എൻ്റെ കൈ പൊള്ളിയായിരുന്നു. ആ ഒരു സ്റ്റൗവിൻ്റെ ആ ബാനറോ സാധനമല്ലേ, അതിൽ കൈ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊള്ളും മക്കളെ, നല്ലോണം പൊള്ളും. അപ്പോൾ അത് എനിക്ക് വശമുണ്ട്. അതുകൊണ്ട് ഞാനത് ചൂടോട് കൂടിയിട്ട് തുടച്ചെടുക്കണേ. അപ്പോൾ അത് തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ ആ സമയത്ത് നമുക്കിനി അരി ഇട്ടിട്ടുണ്ടായിരുന്നു, ഉഴുന്നും അരിയും കൂടെ, അത് അരച്ചങ്ങോട്ട് വെക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് കിച്ചണിൽ നിന്ന് കയറണം. ഇല്ലെങ്കിൽ ഇനി എന്താ അറിയോ, എൻ്റെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അടുക്കളയിൽ കയറണം എനിക്കിഷ്ടമല്ല. കുളി കഴിഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചായ ഉണ്ടാക്കണ പോലും ഇഷ്ടമല്ല. ആ ഒരു വൃത്തിയിൽ അങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ അത് കാരണം മാവും കൂടെ അങ്ങോട്ട് അരച്ച് വയ്ക്കുക. ദോശയ്ക്ക് ഇഡ്ഡലിക്കും ഒരേപോലെയാണ് ഞാൻ മാവ് അരയ്ക്കുക. രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടൊന്നല്ല അരയ്ക്കുക കേട്ടോ. ഉഴുന്ന് ഇപ്പോൾ 4 ഗ്ലാസ് അല്ല 4 നാഴി ആണ് പച്ചരി എടുക്കണമെങ്കിൽ ഞാൻ 1 നാഴി ഉഴുന്നെടുക്കും. പിന്നെ ഒരു പിടി ചോറും കൂടെ ഇട്ടിട്ട് അരയ്ക്കും. ലേശം ഉലുവയും കൂടെ അരിയിൽ കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടാവും. ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് നമ്മുടെ ഒരു പാകത്തിന് അങ്ങോട്ട് അരച്ചെടുക്കും. ഉഴുന്നിട്ട വെള്ളത്തിലാണ് ഞാൻ അരച്ചെടുക്കുക. അത് ചിലപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. രാവിലെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ ആ ഒരു തണുപ്പ് വരും. അപ്പോൾ നമ്മുടെ മാവ് ചൂടാവില്ല. അരച്ച് കഴിയുമ്പോൾ ഒരു ചൂട് വരുമല്ലോ, അപ്പോൾ അത് വരില്ല. മാവിനൊരു ടേസ്റ്റ് വ്യത്യാസം ഒന്നും വരില്ല. കുറേ ദിവസം അങ്ങനെ നിന്നോളൂ. അപ്പോൾ ഞാനത് 2-3 ദിവസത്തിന് 3-4 ദിവസത്തിനുള്ളതാണ് അരച്ച് വെക്കണേ. പിന്നെ ശനി ഞായറൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടില്ല, എങ്ങടെയെങ്കിലും ഇറങ്ങി പോവുകയൊക്കെ ആണെങ്കിലും നമുക്ക് രാവിലത്തെ കാര്യങ്ങൾ നല്ല ഫുഡൊക്കെ ഇവിടെ ഇഡ്ഡലിയും സാമ്പാറും ദോശയും
ചമ്മന്തിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മുടെ അരപ്പ് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മാവൊക്കെ കൈ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. ഇത് ആരെങ്കിലും കണ്ടിട്ട് അയ്യേ എന്ന് പറയേണ്ടത്. നമ്മുടെ വീട്ടിലെല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. ഇനിയിപ്പോൾ കയ്യിൽ വെച്ച് ചെയ്യുന്നവരുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ കൈ വെച്ച് ചെയ്യുമ്പോഴാണ് ആ ഒരു മാവ് പൊന്തലും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അങ്ങോട്ട് കിട്ടുള്ളൂ. എന്നിട്ട് അതൊക്കെ ഒന്ന് കൂട്ടി വെച്ച് ഇപ്പോൾ ഉപ്പിടില്ല. നമ്മളിനി ഇതങ്ങോട്ട് അടച്ച് വെക്കും. അടച്ച് വെച്ചിട്ട് നാളെ എടുക്കണ നേരത്ത് പാകത്തിന് നമുക്ക് അപ്പം ആവശ്യമുള്ള മാവ് എടുത്തിട്ട് അതിനകത്ത് മാത്രമേ ഉപ്പിടുള്ളൂ. ടോട്ടൽ മൊത്തത്തിൽ ഉപ്പിട്ട് വെക്കില്ല. മാവ് കേടായി പോകും കേട്ടോ. കുറച്ച് ദിവസം 2 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും മാവിൻ്റെ ടെക്സ്ചർ മാറിപ്പോകും. അപ്പോൾ അത് കാരണം ഞാൻ ഉപ്പൊന്നും ഇട്ട് വെക്കില്ല കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ നമ്മുടെ കിച്ചൺ ടാബൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ബാക്കി ഇരിക്കണ പാത്രങ്ങളില്ലേ നമ്മുടെ ജാറും കാര്യങ്ങളൊക്കെ അതങ്ങോട്ട് കയ്യോടെ അങ്ങോട്ട് കഴുകി വെച്ചു. അപ്പോൾ ഒരു വിധം നമ്മുടെ കിച്ചണിലെ പരിപാടി അങ്ങോട്ട് കലാസ് ഹോഗയ എന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഉച്ചരിയുമ്പോൾ നേരത്തെ കാലത്ത് നിന്നിട്ടില്ലെങ്കിൽ രാത്രി ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ കിടന്നിട്ട് പെടയേണ്ടി വരും. ഇതാകുമ്പോൾ രാത്രി ഞങ്ങളുടെ കാര്യത്തിനൊക്കെ കുറേ സമയം നമുക്ക് എഴുതാനോ വായിക്കാനോ ഉണ്ടെങ്കിലോ അതുപോലെ സ്റ്റിച്ച് ചെയ്യാണ്ടെങ്കിലോ ബാക്കി എഡിറ്റ് ചെയ്യാണ്ടെങ്കിലൊക്കെ കുറച്ചധികം സമയം കിട്ടിക്കോളും. മറ്റേതൊക്കെ ലാസ്റ്റിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് മാറ്റി വെക്കുമ്പോൾ ഒക്കെ കൂടെ ഹറിബറിയാവും. ബാക്കിയുള്ള സമയം വെറുതെ നമ്മൾ റീലും കണ്ട് തീർക്കണേക്കാട്ടിലും നല്ലത് അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്തിട്ട് ബാക്കി നാളേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടെങ്കിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്കൊരു സമയം കിട്ടിക്കോളും. മറ്റേത് എപ്പോഴും നമ്മൾ അടുക്കളയിലാണല്ലോ ഭഗവാനെ എന്നുള്ള ചിന്ത ഉണ്ടാവില്ല. നമ്മുടെ കാര്യത്തിനൊക്കെ ഈ സമയം കിട്ടും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ അതാത് സ്ഥലത്തെടുത്ത് വെച്ചിട്ട് വിരിച്ചിട്ടത് അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉണങ്ങാത്തത് ഉണ്ട് അതിനകത്ത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നൊരു ഉച്ചയ്ക്ക് അടുത്തു തിരുമ്പിയപ്പോൾ പിന്നെ അധികം വെയിലുണ്ടായില്ല. അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ഉണങ്ങിയതൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ബെഡ്ഷീറ്റ് ഓൾറെഡി ഞാൻ മാറ്റി. അത് കഴിഞ്ഞിട്ടാണ് പില്ലോ ഇടുമ്പോഴാണ് പൂജിറ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് പില്ലോ കവറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളതിനനുസരിച്ച് ഇത് ബെഡല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ പഴയൊരു ബെഡിൻ്റെ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ ആക്കിയതും പിന്നെ പഴയ തുണികളൊക്കെ വെച്ചിട്ട് ഞാനൊരു ബെഡൊക്കെ ആക്കിയതൊക്കെയാണ്. ഇതിൽ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നടുമ്പുറവും ഇടുപ്പിൻ്റെ ഊരുടെയൊക്കെ ഊപ്പാട് ഇളകും കേട്ടോ. അങ്ങനെയാണ് ഈ ബെഡ്. ഇനി നമുക്കൊരു ബെഡ് മേടിക്കണം. ആ ഒരു ഷീറ്റ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ബെഡല്ല എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ വിരിച്ചിടുമ്പോൾ നല്ല വൃത്തിയാണ്. ഇനി പിന്നെ ഒന്ന് കിടക്കുമ്പോൾ ഈ ഒരു ബെഡിൽ കിടക്കുമ്പോൾ ബെഡല്ലല്ല കട്ടിലിൽ കിടക്കുമ്പം ബോഡി പെയിൻ കുറച്ച് കൂടുതലായിട്ട് തോന്നും. വിരിച്ചങ്ങനെ കിടക്കുമ്പോൾ വേദനിക്കണ പോലെ തോന്നും. ഇതാണെങ്കിലും വേദന ഉണ്ട്, എന്നാലും കിടക്കാം, അത്ര തന്നെ. ഈ ഒരു ബെഡ്ഷീറ്റും ഞാനിതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ. നല്ലതാണ്. ഒരു 1.5 വർഷം അതിൻ്റെ കയ്യിൽ അടിപൊളിയാണ് കേട്ടോ. ആ ഒരു എലാസ്റ്റിക് ടൈപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തെന്നി മാറി വിരിച്ചോടത്തൊന്നും ഇളകൊന്നുമില്ല. ഒന്നങ്ങോട്ട് കൊട്ടി വിരിച്ചിട്ടാൽ മതി. അത് കഴിഞ്ഞ് ഞാൻ വേഗം പോയി ഒന്ന് കുളി പാസ്സാക്കി. കുളി അങ്ങോട്ട് കഴിഞ്ഞ ഒരു സമാധാനമാണ് കേട്ടോ. തല നനച്ച് വൈകുന്നേരത്തെ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടുന്നോ ഒരു ആശ്വാസം അങ്ങോട്ട് വരും. പിന്നെ നേരത്തെ കാലത്ത് ഉറക്കവും വരും വൈകുന്നേരം തല നനച്ച് കഴിഞ്ഞാൽ. പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നീരിറക്കത്തിൻ്റെ പ്രശ്നം വരണം. അപ്പോഴാണ് ഈ ഒരു തലനനപ്പിൻ്റെ കാര്യം ഞാൻ മാറ്റുള്ളൂ. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് രാവിലത്തെ കുളി ഇത്തിരി മടിയാണ് കേട്ടോ. ചിലപ്പോൾ കുളിക്കും, ചിലപ്പോൾ ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേലെഴുകും, തല നനയ്ക്കില്ല. പിന്നെ ഞാൻ സ്കിൻ കെയർ ചെയ്യോ ചോദിച്ചിരുന്നു. ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഈ വാസലിനും നമ്മുടെ അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് ഞാനിങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്യും. അത് രാത്രി കിടക്കുമ്പോഴും ചെയ്യും, രാവിലെ കുളി കഴിഞ്ഞാലും ചെയ്യും. കയ്യിലും കാലിലൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവില്ല. ഭയങ്കരമായിട്ട് സ്മൂത്തായിട്ട് ബേബി സ്കിന്ന് പോലെ ഉണ്ടാവും. അത്രയും സ്മൂത്തായിട്ടിരിക്കും. പിന്നെ ഒരു ഗ്ലോ കൂടെ കിട്ടും കേട്ടോ. അതിൻ്റെ മുന്നേ ഞാൻ നയാസിറമൈഡിൻ്റെ ഒരു സിറം 10% നയാസിറമൈഡ് ആ ഒരു സിറം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ട് ബ്രൈറ്റും കാര്യങ്ങളൊക്കെ എനിക്കത് നല്ല യൂസായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് 300 രൂപയാണ്. അത് ഒരാഴ്ച 2 ആഴ്ച നമുക്ക് തട്ടിമുട്ടി അങ്ങോട്ട് പോവുള്ളൂ. ഇതാവുമ്പോൾ വില കുറവുമാണ്. എനിക്ക് എഫക്റ്റ് ഉണ്ട് കേട്ടോ. ഞാനൊരു 2 വർഷത്തോളമായിട്ട് ഇങ്ങനെയും ചെയ്യുന്നുണ്ട്. വേറെയും കാര്യങ്ങളുണ്ട്. ഞാനത് ഷോർട്സായിട്ടും വീഡിയോയിലൊക്കെ സ്കിൻ കെയർ നിങ്ങൾ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇതൊരെണ്ണം ചെയ്യണത് കാണിക്കണമെന്നേ ഉള്ളൂ. ബാക്കി പാക്കിൻ്റെയും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ട് പകലാണെങ്കിൽ ഞാൻ സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്യും. വൈകുന്നേരം ആകുമ്പോൾ ഇത് മാത്രം ചെയ്തിട്ട് കയ്യിലും കാലിലൊക്കെ അങ്ങോട്ട് പുറത്തുമ്പോഴേക്കും നമുക്ക് നല്ലൊരു സോഫ്റ്റായിട്ട്. ഇപ്പോഴത്തെ ഒന്നാമത് ഡ്രൈ അല്ലേ കാലാവസ്ഥ. ഇത് നല്ലതാണ് കേട്ടോ. അഫോർഡബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമാണ്. ഒരുപാട് കാശ് കൊടുത്തിട്ട് അതും ഇതും ക്രീമൊക്കെ വാങ്ങി തേക്കിനേക്കാട്ടിലും ഇത്തിരിയും കൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ക്രീം നല്ല കേട്ടോ. നല്ല ക്രീമുകളും ഉണ്ട്, അത് വേറെ. അപ്പോൾ ഇതാനി പിന്നെ ഞങ്ങൾ വേഗം വിളക്ക് കൊളുത്താനുള്ള സമയമായി. വിളക്കൊക്കെ കൊളുത്തി പിന്നെ നാമൊക്കെ ചൊല്ലി ഇറങ്ങി. ഇനി നമ്മൾ ചായ കുടിക്കേണ്ട സമയമാണ്. ചിപ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ കടക്കുട്ടി എവിടേക്കോ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി പോവല്ല, അവിടെ ഇല്ലായിരുന്നു തോന്നുന്നു. അതൊന്നും അവൻ കുളിക്കാൻ പോയോ എനിക്ക് ഓർമ്മയില്ലടാ. എന്തായാലും ഞാനും പൂജിറ്റും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു. നല്ല അടിപൊളി ചിപ്സും കട്ടൻ ചായയൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.